ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിശാൽ മാർട്ടിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ മാത്രമായിരുന്നു ഞാൻ വിശാൽ മാർട്ട് കണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ എറണാകുളത്തിൻ്റെ പല പല ഭാഗത്തായിട്ട് വിശാൽ മാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്യാവശ്യം എല്ലാവരും പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സന്ധ്യ ചേച്ചിയുടെ കൂടെ എടപ്പള്ളിയിലുള്ള വിശാൽ മാർട്ടിലൊന്ന് കയറി. അപ്പോൾ അവിടെ കിഡ്സ് സെക്ഷനിലും പിന്നെ ജെൻസിൻ്റെ സെക്ഷനിലുമാണ് ഞാൻ കൂടുതലും പോയത് കേട്ടോ. കാരണം എൻ്റെ മോന് ശിവുവിനും പിന്നെ സഞ്ജീജിയുടെ മോനും ഷർട്ട് അല്ലെങ്കിൽ അവരുടെ ക്ലോത്തിങ് സെറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ എക്സ്പ്ലോർ ചെയ്തത് മെൻസ് വെയർ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മെൻ സെക്ഷൻ അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഫോർമൽ വെയറിൻ്റെ കാര്യം പറയണ്ട. ഫോർമൽ ഷർട്ടിനൊക്കെ റേറ്റ് 499 ആണ്, ഒരു 500. പക്ഷേ ബൈ 1 get 1 ആണ്. അപ്പോൾ റേറ്റ് വരുന്നത് 250 റുപ്പീസേ ആവുള്ളൂ ഒരു ഷർട്ടിന്. പിന്നെ ട്രൗസർ ആണെങ്കിൽ 499. അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിനല്ലേ നമുക്ക് കിട്ടുന്നത്. ഞാൻ ക്വാളിറ്റി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. വുമൻസ് വെയറിൽ ഞാൻ കുറച്ച് നോക്കി, പാർട്ടി വെയർ പോലത്തെ കുറേ ചുരിദാർ സെറ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു, ദുപ്പട്ടയൊക്കെ ഉള്ളത്. അപ്പോൾ അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. 1000 റേറ്റ് വരുന്നത് ഇതിനൊക്കെ. അപ്പോൾ നല്ല വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കല്യാണത്തിനൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇന്നർ വെയറിനും നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ വിശാൽ മാർട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാങ്ങിയിരുന്നത് നമ്മുടെ ജീൻസിനൊക്കെ പറ്റുന്ന ട്യൂണിക് ടോപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെയൊക്കെയാണ് ഞാൻ വാങ്ങിയിരുന്നത്. അത് 2.5 വർഷം മുമ്പ് വാങ്ങിയത്. ഞാൻ കുറേ ഹാൻഡ് വാഷൊക്കെ ചെയ്തു, കളറൊന്നും പോകുന്നില്ല. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാട്ടോ വാങ്ങിയത്. എടപ്പള്ളിയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയില്ല. സഞ്ജിച്ചിയാണ് കൂടുതലും വാങ്ങിയത്. ശിവനൊരു ടീഷർട്ട് വാങ്ങി, അത് ഞാൻ യൂസ് ചെയ്തു. അവന് ഇട്ടൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, വാഷ് ചെയ്തു. ഇതുവരെയും കളറൊന്നും പോയിട്ടില്ല, പ്രിൻസും ഒന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ ഫുട് വെയർ നല്ല രസമുണ്ട് കാണാനായിട്ട്. 199 സ്റ്റാർട്ടിങ്. പിന്നെ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അന്ന് വാങ്ങിയത് ഇതുപോലത്തെ ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ഒരു പാൻറ്റും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 399 ആണ് റേറ്റ് അവരുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഫുൾ സെറ്റിന് എനിക്ക് ഏതാണ്ട് ഒരു 300 റുപ്പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബ്ലാങ്കറ്റ് പോലെ ഒരു സാധനം വരുന്നുണ്ട്, ഒരു കവറിങ് പോലെ. അത് നല്ല ചൂട് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വേറൊരു ജാക്കറ്റ് ഇടണ്ട, ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് നല്ല ചൂടായിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നോർമൽ ക്ലോത്തിങ് സെറ്റാണ് കിഡ്സ് വെയറിൽ വരുന്നത്. അതിനുമൊക്കെ ഏകദേശം 200 സ്റ്റാർട്ടിങ്, അവിടെ നിന്ന് ഒരു 600 വരെ റേഞ്ചിൽ വരുന്ന ക്ലോത്തിങ് സെറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാണുന്ന നോർമലായിട്ട് കാണുന്ന പോലത്തെ പ്രിൻ്റൊന്നുമല്ല, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാർട്ടൂണിൽ വരുന്ന പോലത്തെ അങ്ങനെയൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ജീപ്പ്, ബൈക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ആൺകുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ശിവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഈ കാറിൻ്റെ ഒക്കെ ഇത് കണ്ടോ, അത് നല്ല രസമുണ്ട്. അത് പ്രിൻ്റല്ല, അതൊരു പാച്ച് വർക്ക് പോലെയൊക്കെ ചെയ്തിരിക്കണം. എന്നാലും റേറ്റ് എന്ന് പറയുന്നത് 300 ഉള്ളൂ ഫുൾ സെറ്റിന്. അത് നല്ല അഫോർഡബിൾ റേറ്റ് അല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. പിന്നെ ആരെങ്കിലും വിശാൽ മാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ റിവ്യൂവും കൂടി പറയണം. എനിക്കിതുവരെയും അവിടുത്തെ മേടിച്ചതൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. അപ്പം കാണുന്നവർക്കും ഒന്ന് ജഡ്ജ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്നതാണ്, പുറത്തങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല ഈ 200 വരുന്നത്. പിന്നെയും ഒരു 300 എബോവ് ഉള്ളതൊക്കെ നമുക്ക് പുറത്തിടാം. പക്ഷെ ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ അമ്മമാരൊക്കെ ഇട്ട് നടക്കില്ലേ, അങ്ങനത്തെ ഒരു ക്വാളിറ്റി വരുള്ളൂ. റയോണിൻ്റെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത്. ത്രെഡ് വർക്ക് ചെയ്ത് ഈ ഒരു കുർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വൈറ്റ്. നിങ്ങൾക്ക് ഞാനിടുന്ന കണ്ടൻറ്റ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.